നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് രാജി. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്ത് നിന്നാണ് സാർ. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമല്ലെങ്കിലും എല്ലാ അനുഭവങ്ങളും കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ത്രിമധുരത്തിലെ എൻ്റെ അനുഭവം എഴുതുന്നത്. ഞാനൊരു കൃഷ്ണഭക്തിയാണെങ്കിലും ഈ ഗ്രൂപ്പിലെ അനുഭവങ്ങൾ ഓരോന്നും കേൾക്കാൻ തുടങ്ങിയത് മുതലാണ് എൻ്റെ കണ്ണനോട് ഞാൻ കൂടുതൽ അടുത്തത്. ഇപ്പോൾ എൻ്റെ കണ്ണനാണ് എനിക്കെല്ലാം. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കണ്ണനോട് സംസാരിക്കും. എനിക്കും എൻ്റെ കണ്ണൻ ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ ഗ്രൂപ്പിൽ വന്ന് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ട് തുടങ്ങിയപ്പോഴാണ്. ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൾ നിറയും. അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഈ എഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകള് ഇത്തവണ 10ാം ക്ലാസ് പാസ്സായി +1 പ്രവേശിച്ചിരിക്കുന്നത്. CBSE ആണ് മോള് പഠിക്കുന്നത്. 10th എൻ്റെ മോളുടെ ആഗ്രഹമായിരുന്നു നല്ല മാർക്ക് വാങ്ങണമെന്ന്. അവൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ കണ്ണനോട് പറയണം എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയണമെന്ന്. എന്നിട്ട് അമ്മ അത് ത്രിമധുരത്തിൽ പറയണമെന്ന്. എൻ്റെ മോളുടെ പേര് ഗോപിക എന്നാണ്. അങ്ങനെ എൻ്റെ കണ്ണനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണ, എൻ്റെ മോളുടെ ആഗ്രഹം പോലെ അവൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയണമേ എന്ന്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ കണ്ണനോട് പറഞ്ഞു. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ ഫോട്ടോ ഫ്ലെക്സ് വെക്കാറുണ്ട് സ്കൂളിൻ്റെ മുമ്പിൽ. അതിൽ എൻ്റെ മോളുടെ ഫോട്ടോ കൂടി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടോ. അങ്ങനെ എല്ലാം എക്സാം തുടങ്ങി. ആദ്യം മാത്സ് ആയിരുന്നു. എക്സാം കഴിഞ്ഞ് വന്ന് മാത്സ് പാടായിരുന്നു അമ്മേ, എനിക്കൊരു പേടിയുണ്ട്, നമുക്ക് നോക്കാമെന്ന് മോൾ എന്നോട് പറഞ്ഞു. ബാക്കി എക്സാം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് ഏപ്രിൽ 15-ാം തീയതി വന്നു. മോൾക്ക് 88% മാർക്ക് കിട്ടി. ഡിസ്റ്റിങ്ഷൻ. ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ ഞാൻ എൻ്റെ കണ്ണനോട് പറഞ്ഞ ആഗ്രഹം സാധിക്കുമോ എന്ന് അറിയില്ലായിരുന്നു. കാരണം 90% മാർക്ക് മുതലേ ഫ്ലെക്സിൽ വരുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കണ്ണനോട് നല്ല മാർക്ക് കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്ര ശതമാനം മാർക്ക് കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലാട്ടല്ലോ. പക്ഷേ ഈ തവണ ഫ്ലെക്സ് വെച്ചത് 75% മാർക്ക് മുതലാണ്. അങ്ങനെ ആ ആഗ്രഹവും എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ കണ്ണനെ കാണാൻ ഏപ്രിൽ മാസം 23-ാം തീയതി ഗുരുഭവനപുരിയിലെത്തി. എൻ്റെ മകൾ നന്നായി പടം വരയ്ക്കും. അവൾ ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെ ഒരു ചിത്രം വരച്ച് അവിടെ സമർപ്പിച്ചു. ഇത് എഴുതുവാൻ ഒത്തിരി താമസിച്ചു പോയി. എൻ്റെ കണ്ണനോട് ഞാൻ അതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതി തുടങ്ങണമെന്നറിയാത്തത് കൊണ്ടും എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുമോ എന്നതിനാലാണ് എഴുതുവാൻ താമസിച്ചത്. സാർ, ഇത് ത്രിമധുരത്തിൽ വായിക്കണേ. കണ്ണന് കൊടുത്ത വാക്കാണ്. ഈ കത്ത് ഒത്തിരി നീണ്ടുപോയി സാർ. എന്നാലും സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. നിർത്തുന്നു സാർ. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മരുമോള് ഇങ്ങോട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അവളും നല്ല ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. ഒരു കോയിൻസിഡൻസ് ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. എന്തായാലും അവൾക്ക് ചെന്നൈയിൽ അഡ്മിഷൻ കിട്ടി ഒരു കോളേജിൽ. അപ്പോൾ അതൊരു സന്തോഷമാണ്. ചിത്രം വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതുകൂടെ പറയുകയാണ്. എന്താ കഥ? ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ അനുഭവങ്ങളാണ് ഇനി മുതൽ പറയാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.